ഇന്നലെ നെട്ടയത്തുണ്ടായ BJP പ്രവർത്തകർ നാട്ടുകാരുണ്ടായ സംഘർഷത്തിന് പിന്നാലെ ഒരുപാട് വിവാദം ഉണ്ടായത് ഇപ്പോൾ നെട്ടയത്തെ പ്രതിഷേധമാണ്. BJP പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. BJP പ്രവർത്തക യുവതിക്ക് നേരെ പ്രദേശവാസി നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് ആരോപിച്ച് നാട്ടുകാർ സംഘടിച്ചെടുത്തി ആക്രമിച്ചു എന്നാണ് BJPയുടെ വിശദീകരണം. അതേസമയം മരവും അതിർത്തി മരമുറിയുമായി ബന്ധപ്പെട്ട അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം, ഒരു വ്യക്തിവിരോധം, അതിനെ തുടർന്നുണ്ടായ കൂട്ടത്തല്ലെന്നാണ് നാട്ടുകാരടക്കം ഇന്നലെ വിശദീകരിച്ചത്. സംഭവത്തിൽ ഇരുകൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പോലീസുകാർക്കടക്കം വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. SHOയുടെ തലയ്ക്കൊക്കെ പൊട്ടലേറ്റിരുന്നു. വലിയ രീതിയിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും മരവടികളും അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്പരം എറിയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ BJP പ്രവർത്തകരടക്കം പ്രതിചേർത്തുകൊണ്ട് 2 കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. കയ്യേറ്റ ശ്രമമടക്കം 24 പ്രതിനിധിക്കടക്കം നേരെയടക്കം കയ്യേറ്റ ശ്രമമടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാലെ പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു, BJP പ്രവർത്തകരെ വേട്ടയാടുന്ന രീതിയിലൊക്കെ BJP വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദം കൂടി ഉയർത്തുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ BJP പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. മനസ്സിലാക്കുന്നത് BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ ഇത്രത്തോളം തടിച്ചുകൂടിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ പ്രദേശത്തേക്ക് BJP പ്രവർത്തകർ സംഘടിച്ചെത്തുകയായിരുന്നു. പിന്നീട് BJP പ്രവർത്തകർ നാട്ടുകാരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. തുടക്കത്തിൽ BJPയുടെ വേർഷൻ ഇത്തരത്തിൽ BJP പ്രവർത്തകർക്ക് ഇന്നലെ നഗ്നതാ പ്രദർശനം നടത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണ്. പിന്നീട് നാട്ടുകാരടക്കം വിശദീകരിച്ചത് അതിൽ രാഷ്ട്രീയമില്ല, ഒരു അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട വ്യക്തിവിരോധം, അതിന് പിന്നാലെ ആളുകൾ സംഘടിച്ചെടുത്തി നാട്ടിൽ പ്രശ്നമുണ്ടാക്കുകയായിരുന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇന്നലെ ആ ദൃശ്യങ്ങൾ വലിയ രീതിയിലുള്ള ദൃശ്യങ്ങളായിരുന്നു, വലിയ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളായിരുന്നു. പോലീസുകാർക്ക് നേരെ അടക്കം കല്ലും മരവടികളും പറഞ്ഞ സംഭവം അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. പിന്നാലെ പോലീസ് 2 FIRകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നതിൽ BJP പ്രവർത്തകരടക്കം പ്രതിചേർത്തിരുന്നു. നിലവിൽ BJP പ്രവർത്തകരെ വേട്ടയാടുന്ന രാഷ്ട്രീയ ആരോപണം കൂടി ഈ തലസ്ഥാനത്ത് നിന്ന് ഉയർത്തുന്നുണ്ട്. BJP പ്രവർത്തകരെ CPM കോൺഗ്രസ് പ്രവർത്തകർ സംഘടിതമായി ആക്രമിച്ചു എന്ന രാഷ്ട്രീയ വിമർശനമാണ് BJP ഉയർത്തുന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയമില്ല, ഒരു നാടിന്റെ അവിടെ ഉണ്ടായ ഒരു വ്യക്തിവിരോധവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണെന്നാണ്. ജിബിൻ ജെബി, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജിബിൻ ആശുപത്രിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആശുപത്രിയിൽ തന്നെയാണോ ഈ പ്രവർത്തകരെ വൈദ്യപരിശോധന പൂർത്തിയാക്കി റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ സംഘടിച്ചെത്തിയവർ BJP പ്രവർത്തകരാണോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അവിടെ? നെട്ടയത്ത് ഇന്നലെ നമ്മൾ വലിയ രീതിയിലൊരു രാഷ്ട്രീയ സംഘർഷം എന്ന കണക്കെ BJP ആരോപണം ഉന്നയിച്ച ഒരു സംഘർഷമുണ്ട്. ജിബിൻ പറയൂ, എവിടെയാണ് ഉള്ളത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? BJP പ്രവർത്തകരാണോ സംഘടിച്ചെത്തിയത്? ആശുപത്രിയിലാണോ? ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 4 BJP പ്രവർത്തകരെ ഇന്ന് ഉച്ചയോടുകൂടി ഇടപ്പഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഈ പ്രവർത്തകരെയാണ് പോലീസ് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ BJP പ്രവർത്തകർ മുന്നിൽ തടിച്ചുകൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ പ്രതികളെ ഇവിടുന്ന് നിലവിൽ ജനറൽ ആശുപത്രിയിലാണ് അറസ്റ്റ് ചെയ്ത BJP പ്രവർത്തകരെ വൈദ്യപരിശോധന പൂർത്തിയാക്കി റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ BJP പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. നിലവിൽ പ്രതിഷേധമില്ല എന്നിരുന്നാലും BJP പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.